ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു പുതിയ വീഡിയോയുമായാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ തംബ്നെയിൽ കണ്ടു കാണും. ചിലവർക്കൊക്കെ അത് മനസ്സിലായി കാണും എന്താണെന്ന്. അതെന്താണ് സംഭവമെന്നും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, ഇതെൻ്റെ മകൻ്റെ സൈക്കിളാണ്. സംഭവം ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെയിൻ ലൂസാണ്, കണ്ടല്ലേ, ഇത്രയും ചെയിൻ ലൂസാണ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ആ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടത്. സൈക്കിൾ നമുക്ക് ഇതുപോലെ തലകീഴായി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് ആ സാധനം. ഇതിൻ്റെ പേരാണ് ചെയിൻ അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ പാർട്സ് കടയിൽ കിട്ടും. സൈക്കിളിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ കിട്ടും, 2 കിട്ടും. ഇതുപോലെ ഒരു റൗണ്ട് വാഷർ പോലെയും 2 കൊളുത്ത്, ഒരു നെട്ട് മാറ്റും. നമ്മൾ ആദ്യം ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ആക്സിലിൻ്റെ നെട്ട് ഇളക്കുക, ഇരുവശത്തെ നെട്ടുകൾ ഇളക്കുക. ആദ്യം തൽക്കാലം ഈ ഒരെണ്ണം ഇളക്കുക, അഡ്ജസ്റ്ററിൻ്റെ നെട്ട് ഇളക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ഈ അഡ്ജസ്റ്റർ ഒന്ന് അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വരുന്നൊരു ലോക്കുണ്ട്, നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കുണ്ട്. ആ ലോക്കാണ് ഇപ്പോൾ ഇടുന്നത്. ആ ലോക്ക് ഇടുക. അതിനകത്ത് കയറ്റിയിട്ട് ഒരു കപ്പ് പോലെ ഇരിക്കും, ആ കപ്പ് ആ ലോക്കിൽ കയറ്റിയിടുക. എന്നിട്ട് ആ നെട്ട് രണ്ടാമതായിട്ട് ആ നെട്ട് പിടിപ്പിക്കുക. അത് ഇളകി പോകാതിരിക്കാൻ കണക്കാക്കി, ആ കപ്പ് ഇളകി പോകാതിരിക്കാൻ കണക്കാക്കി കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആക്സിലിൻ്റെ വാഷർ ഇടുക, നെട്ടിടുക, കൈ കൊണ്ട് മാക്സിമം ഒന്ന് അടുപ്പിച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തും അതുപോലെ തന്നെ 2 വശങ്ങളിലും അതുപോലെ നെട്ടിളക്കുക. അതിനോട് ചേർന്ന് കിടക്കുന്ന ആ 2 വാഷർ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇട്ടതുപോലെ അഡ്ജസ്റ്റർ നമുക്ക് ആദ്യം അഡ്ജസ്റ്റർ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു വാഷർ ഇടുക, ആക്സിലിൻ്റെ നെട്ടിട്ട് അടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ കപ്പ് ലോക്ക് നമ്മുടെ ആ ചെസിൻ്റെ ലോക്കിലോട്ട് കയറ്റിയിടുക, നെട്ട് പിടിപ്പിക്കണം. നല്ല ചേർന്ന് നിൽക്കാൻ കണക്കാക്കിയാണ് നെറ്റ് പിടിപ്പിച്ച് ടൈറ്റ് ചെയ്യാൻ. അതുപോലെ ആക്സിലിൻ്റെ നെറ്റ് അതുപോലെ കൈ കൊണ്ട് അടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിനിൻ്റെ എത്രയാണ് നമുക്കതിന് ടൈറ്റ് ആവശ്യം, ടൈറ്റായോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 സൈഡ് നമ്മൾ കൈ കൊണ്ട് നെറ്റ് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വയ്ക്കുക. ഒരുപാട് ലൂസാക്കി വയ്ക്കരുത്, ചെറുതായിട്ട് ലൂസാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയിൻ അഡ്ജസ്റ്ററിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യുക. 2 സൈഡിലും ഒരുപോലെ ടൈറ്റ് ചെയ്യുക. ഒരു ടൈറ്റാണ് ഒരു സ്ഥലത്ത് ചെയ്യുന്നതെങ്കിൽ മറ്റേ സൈഡിൽ അതുപോലെ ഒരു ടൈറ്റ്, 2 ആണെങ്കിൽ 2 എണ്ണം. അത് നമുക്ക് ആവശ്യാനുസരണം 2ഉം ഒരുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റായി വരുന്നതായിട്ട് കാണാൻ പറ്റും. വേണ്ട, 2 ടൈറ്റ് ചെയ്തപ്പോൾ ഇത്രയും അഡ്ജസ്റ്റായി വന്നു. വീണ്ടും അത് നമുക്ക് ആവശ്യമുള്ളതുപോലെ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റായി പോകും. നമ്മൾ ഓരോ ടൈറ്റ് കഴിയുമ്പോൾ തോറും നമ്മൾ ചെയിൻ ഒന്ന് പിടിച്ച് നോക്കുക. നല്ല ടൈറ്റ് ആണെങ്കിൽ അത് ലൂസാക്കുക. നല്ല ടൈറ്റായി വരണമെങ്കിൽ ലൂസാക്കിയാൽ മതി. ലൂസാക്കിയിട്ട് ചെയിനൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ലൂസാവും. കണ്ടല്ലേ, അപ്പോൾ ഇത്രയും ലൂസ് വേണം. ബാക്കി നമ്മൾ ആക്സിലിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റാകുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എത്രയാണ് ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആക്സിലിൻ്റെ നെട്ട് പതിയെ 2 സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യണം. 15 സൈസ് വരുന്നത്, സ്പാനർ സൈസ്. 12 ടൈറ്റ് ചെയ്യേണ്ട. 2 ഒരുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒരെണ്ണം ടൈറ്റ് ചെയ്യുക.
എന്നിട്ട് കറക്കി വെക്കുക. സംഭവം സിമ്പിൾ പരിപാടിയാണ്. സംഭവം ശരിയായിട്ടുണ്ട്. സിമ്പിൾ വർക്കാണ്. ഓക്കെ, കണ്ടില്ലേ? ചിലർ വേറെ രീതിയിലൊക്കെ പറയും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എനിക്ക് ശരിയാകുന്നില്ല, ചിലർക്ക് അതൊന്നും ശരിയാകത്തില്ല. അപ്പോൾ സംഭവം കിടുക്കാണ്. ആ 2 സ്പേസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ സംഭവം 5 മിനിറ്റ് കൊണ്ട് സംഭവം ശരിയാകും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിയുമ്പോൾ ഈ ടയറും ആ കമ്പിയായിട്ട് ഒരേ സ്പേസാണെന്ന് മേളിലും താഴെയും ടയറിൻ്റെ ഒരു ഇരുവശങ്ങളിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ടയറ് നമ്മൾ ആ കമ്പിയിലെ സൈഡ് കയറി പിടിക്കും. ഏത് സൈഡാണോ കമ്പിയായിട്ട് ചേർന്ന് നിൽക്കുന്നത് ആ സൈഡിലെ നെറ്റ് ലൂസാക്കിയിട്ട് ടയറ് എതിർവശത്തേക്ക് ഒരല്പം തള്ളി പിടിച്ചു കഴിഞ്ഞാൽ നെറ്റ് ടൈറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും സ്പേസ് എല്ലാം കറക്റ്റാകും. കൂട്ടുകാരെ, അങ്ങനെ സൈക്കിള് റെഡി ആയിട്ടുണ്ട്. ഒന്നിനി ചവിട്ടി നോക്കാൻ മോൻ്റെയോട് പറയണം. ജോമനായി, സൈക്കിളൊന്ന് ഒരു റൗണ്ട് ചവിട്ടി കയറ്റുക. നേരത്തെ സൈക്കിൾ എടുക്കുമ്പോൾ തന്നെ ചെയിൻ ഇളകുമായിരുന്നു. ഇപ്പോൾ ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോൾ ഓക്കെ, സക്സസ് ആണ്. ചെയിൻ ഇളകുന്നില്ല. എന്നും കംപ്ലൈൻറ്റ് കുറച്ചിലും ചെയിൻ ഇളക്കവും ചെയിൻ ഇളവൊക്കെ വേണം ബഹളം. കൊള്ളാമോ? അടിപൊളി. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പരാതിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതാണ് ആ സാധനം കൊണ്ടുള്ള പ്രയോജനം. എല്ലാ സൈക്കിൾ ഷോപ്പുകളിലും സ്പെയർ കിട്ടുന്ന സൈക്കിൾ ഷോപ്പുകളിൽ ആ സാധനം വാങ്ങിക്കാൻ കിട്ടും. 10 രൂപ എന്തോ ഉള്ളു, 5 രൂപ 10 രൂപ ഉള്ളു. നമുക്കൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ സൈക്കിള്, ചില കടകളൊന്നും ദൂരെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനൊക്കെ ഭയങ്കര മടിയോ, അല്ലെങ്കിൽ 1-2 പേര് വേണം വണ്ടിയിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ആട്ട പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ പണിയൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കാം. ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ തീരും. ഒരു 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ശരിയാക്കി കൊടുക്കാനാണ്. ഓക്കെ.